ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 50 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, ഉത്തരം വരാനുള്ള റീസൺ, ഇത്രയും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു പോകും. അപ്പോൾ എനിക്കൊരു സജഷൻ ഉള്ളത്, നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു പെന്നും പേപ്പറും എടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും ക്വസ്റ്റ്യൻ്റെ നമ്പർ എഴുതുക. എന്നിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറയുന്നതിന് മുന്നേ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നുന്നത് അത് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അറിയുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അറിയാത്തതാണെങ്കിൽ എക്സ്പ്ലനേഷനും ആൻസറും കാണുക. എന്നിട്ട് ശരിയാണെങ്കിൽ ശരി മാർക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. എന്നിട്ട് സെയിം പ്രോസസ് 50 ക്വസ്റ്റ്യനും ഉത്തരം എഴുതിയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ആംബുലൻസ് ടേക്സ് സിക്ക് പീപ്പിൾ ടു ദ ഹോസ്പിറ്റൽ. ഓരോ ചോദ്യവും നമ്മൾ ആർട്ടിക്കിളിന്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന്റെ മീനിങ്, ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ആംബുലൻസ് സിക്കായ ആളുകളെ, രോഗികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. ഓക്കെ, ഇനി ഉത്തരം നോക്കാം. ഉത്തരം ആൻ എന്നാണ്. ആൻ ആംബുലൻസ് ടേക്സ് സിക്ക് പീപ്പിൾ ടു ദ ഹോസ്പിറ്റൽ. എന്താണ് റീസൺ? റീസൺ ബിക്കോസ് ആംബുലൻസ് സ്റ്റാർട്ട്സ് വിത്ത് എ വൊവൽ സൗണ്ട്. ആംബുലൻസ് ഒരു വൊവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൊവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഡാഷ് ബുക്ക് യു വാണ്ട് ഈസ് നോട്ട് ഇൻ ഡാഷ് ലൈബ്രറി. അപ്പോൾ മീനിങ് എന്താണ്? നിനക്ക് ആവശ്യമുള്ള ബുക്ക് ലൈബ്രറിയിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ബുക്ക്, ലൈബ്രറി, ഇതിന്റെ രണ്ടിനും മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നതെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ദ രണ്ടും ദ എന്ന ആർട്ടിക്കിൾ ആണ്. അപ്പൊ സെന്റൻസ് എങ്ങനെ വരും? ദ ബുക്ക് യു വാണ്ട് ഈസ് നോട്ട് ഇൻ ദ ലൈബ്രറി. എന്തുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ വന്നത് എന്ന് നോക്കാം. നിയമം ഏതാണ്? യൂസ് ദ വെൻ യു ആർ റെഫറിംഗ് ടു എ സ്പെസിഫിക് നൗൺ ദാറ്റ് ഈസ് നോൺ ടു ദ സ്പീക്കർ ആൻഡ് ദ ലിസണർ. സ്പീക്കർക്കും ലിസണർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു നൗണിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അപ്പൊ ഈ കേസിൽ സ്പീക്കർ ലിസണറോട് പറയുന്നത് എന്താണ്? നിനക്ക് വേണ്ട ബുക്ക് ഈ ലൈബ്രറിയിൽ ഇല്ല. അപ്പൊ സ്പീക്കർക്ക് അറിയാം ഏത് ബുക്കാണ് ഇയാൾക്ക് വേണ്ടതെന്ന് അറിയാം. അവർക്ക് രണ്ടുപേർക്കും അറിയാം ഏതാണ് ലൈബ്രറി. അപ്പൊ ലൈബ്രറി ഏതാണെന്നും ബുക്ക് ഏതാണെന്നും രണ്ടുപേർക്കും അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് രണ്ടിനും എന്ത് പറയാം? ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദ ബുക്ക് യു വാണ്ട് അതൊരു സ്പെസിഫിക് ബുക്കാണ്, രണ്ടുപേർക്കും അറിയുന്ന ഒരു ബുക്ക് ആയതുകൊണ്ട് ദ യൂസ് ചെയ്തു. അതുപോലെ ഈ ലൈബ്രറി ഏതാണെന്ന് രണ്ടുപേർക്ക് അറിയുന്നത് കൊണ്ട് അവിടെയും ദ യൂസ് ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഗേഞ്ചസ് ഡാഷ് ഗേഞ്ചസ് ഈസ് ഡാഷ് ഹോളി റിവർ. എന്താണ്? ഗേഞ്ചസ് ഒരു ഹോളി റിവർ ആണ് എന്നാണ് സെന്റൻസിന്റെ അർത്ഥം. അപ്പോൾ അതിന് മുന്നേ ഏതാണ് ആർട്ടിക്കിൾ എന്നാണ്? ഗേഞ്ചസിന്റെ മുന്നേ ഏതാണ്? ഹോളി റിവറിന്റെ മുന്നിൽ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ദ എ. ഞാൻ ആദ്യം പറഞ്ഞുപോയി, അത് പറഞ്ഞുള്ള ശീലത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ആൻസർ ദ ഗേഞ്ചസ് ഈസ് എ ഹോളി റിവർ എന്നാണ്. ഇനി അതിന്റെ റീസൺ നോക്കാം. യൂസ് ദ ബിഫോർ നെയിംസ് ഓഫ് റിവേഴ്സ്, സീസ്, ഓഷ്യൻസ് ആൻഡ് മൗണ്ടൻ റേഞ്ചസ്. റിവേഴ്സിന്റെ, സീസിന്റെ, ഓഷ്യൻസിന്റെ, മൗണ്ടൻ റേഞ്ചസിന്റെ ഒക്കെ പേരിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഇവിടെ ഗേഞ്ചസ് എന്താണ്? ഒരു റിവറിന്റെ പേരാണ്. അപ്പോൾ അതിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആണ്? ദ എന്ന ആർട്ടിക്കിൾ ആണ് വരുന്നത്. അടുത്തത്, ഇവിടെ എങ്ങനെ എ എന്ന ആർട്ടിക്കിൾ വന്നു? അതിന്റെ നിയമമാണ് യൂസ് എ ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ എന്നാണ്. ഒരു സിംഗുലർ കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിന്റെ മുന്നേ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഇവിടെ റിവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റിവർ എന്താണ്? ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, അപ്പോൾ ആ കേസിൽ അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. He went to dash town to see dash friend of him. എന്താണ് മീനിങ്? എന്താണ്? അവൻ ടൗണിലേക്ക് പോയി. എന്തിനാണ് പോയത്? അവന്റെ ഫ്രണ്ടിനെ കാണാൻ. ഇനി ഉത്തരം ഏതാണ് വരുന്നത്? ടൗണിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ? ഫ്രണ്ട് ഓഫ് ഹിമ്മിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം ദ എ. ഹി വെന്റ് ടു ദ ടൗൺ ടു സീ എ ഫ്രണ്ട് ഓഫ് ഹിം എന്നാണ്. അപ്പൊ ടൗണിന്റെ മുന്നിൽ ദ എന്നും
ഫ്രണ്ടിന്റെ മുന്നിൽ എ എന്നുമാണ് ആർട്ടിക്കിൾ യൂസ് ചെയ്തത്. എന്താണ് കാരണം എന്ന് നോക്കാം. യൂസ് ദ when referring to a specific place known to both the speaker and listener. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ടൗൺ ഏതാണെന്ന് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയാം. അതുകൊണ്ടാണ് ടൗണിലേക്ക് പോയി എന്ന് മാത്രം പറഞ്ഞത്. അപ്പൊ രണ്ടുപേർക്കും, സ്പീക്കർക്കും ലിസണർക്കും ഒരുപോലെ അറിയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് he went to the town എന്ന് പറയുന്നത്. പിന്നെ എ ഫ്രണ്ട് ഓഫ് ഹിം എന്ന് പറയാൻ കാരണം യൂസ് എ ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ. ഇവിടെ ഫ്രണ്ട് എന്നാണ് ഇവിടെയുള്ള നൗണ്. അതെന്താണ്? സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. അപ്പൊ സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Although he tried hard for dash hour, he could not repair dash machine എന്നാണ് പറഞ്ഞത്. അർത്ഥം എന്താണ്? അവൻ 1 മണിക്കൂർ ശ്രമിച്ചെങ്കിലും അവന് ആ മെഷീൻ റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോ അവിടെ ആൻസർ ഏതാണെന്ന് നോക്കാം. അവറിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, അതുപോലെ മെഷീനിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം ആൻഡ് ദ. അതായത് although he tried hard for an hour, he could not repair the machine. ഇനി എന്തുകൊണ്ടാണ് അവറിന് മുന്നിൽ ആനും മെഷീനിന് മുന്നിൽ ദയും വന്നത് എന്ന് നോക്കാം. യൂസ് ആൻ ബിഫോർ വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് എ വവൽ സൗണ്ട്. വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന നൗണിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പൊ ഇത് എച്ച് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇത് വായിക്കുന്നത് ഹവർ എന്നല്ല, അവർ എന്നാണ്. ആ വെച്ചാണ്. അപ്പൊ വവൽ സൗണ്ടിൽ ആരംഭിക്കുന്നത് കൊണ്ട് അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്തത് മെഷീന്റെ കാര്യത്തിൽ എന്താണ്? യൂസ് ദ when referring to a specific or known noun. The sentence implies he is trying to repair a particular machine that both the speaker and listener know about. അതായത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഈ മെഷീൻ ഏതാണെന്ന് അറിയാം. അങ്ങനെ സ്പീക്കർക്കും ലിസണർക്കും അറിയാവുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ദ മെഷീൻ എന്ന് വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. We have seen what dash earth looks like from dash moon. We have seen what dash earth looks like from dash moon. അതായത് മൂണിൽ നിന്ന് നോക്കുമ്പോൾ, ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാണ് സെന്റൻസിന്റെ അർത്ഥം. അവിടെ എർത്തിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, മൂണിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ദ രണ്ട് സ്ഥലത്തും ദ എന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. We have seen what the earth looks like from the moon. ഇനി എന്തുകൊണ്ടാണ് രണ്ടിനും ദ വന്നത് എന്ന് നോക്കാം. യൂസ് ദ ബിഫോർ എ യുണീക്ക്, സ്പെസിഫിക്, യൂണിവേഴ്സലി നോൺ നൗൺ. യുണീക്ക് ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള, യൂണിവേഴ്സലി നോൺ ആയിട്ടുള്ള ഒരു നൗൺ ആണെങ്കിൽ അതിന്റെ മുന്നിൽ എന്ത് യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ എർത്ത് ഉണ്ട്, മൂൺ ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു എർത്ത് മാത്രമേ ഉള്ളൂ, നമുക്കറിയാവുന്ന ഒരു മൂൺ മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടും എന്താണ്? യൂണിവേഴ്സലി സ്പെസിഫിക് ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള നൗൺ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് രണ്ടിന്റെ മുന്നിലും ദ എന്ന ആർട്ടിക്കിൾ വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. There is some misunderstanding between dash young and dash old. എന്താണ് അതിന്റെ അർത്ഥം? യങ് ആയ ആളുകളും ഓൾഡ് ആയ ആളുകളും തമ്മിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഓൾഡ് ആണ് ഉപയോഗിച്ച വാക്ക്, യങ് ആണ് ഉപയോഗിച്ച വാക്ക്. പക്ഷെ ഉദ്ദേശിച്ചത് എന്താണ്? യങ് ആയ ആളുകളും ഓൾഡ് ആയ ആളുകളുമാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ആർട്ടിക്കിൾസ് വരിക എന്ന് നോക്കാം. ദ. അതായത് there is some misunderstanding between the young and the old എന്നാണ് ആൻസർ. ഇനി അതിന്റെ റീസൺ നോക്കാം. യൂസ് the plus adjective to refer to a whole group of people who share that quality. ഒരേ ക്വാളിറ്റി ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഒരേ ക്വാളിറ്റി ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഏത് ഫോം യൂസ് ചെയ്യണം? ദ പ്ലസ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യണം. ഇവിടെ യങ് എന്ന് പറയുന്ന ക്വാളിറ്റി ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്, ഓൾഡ് എന്ന ക്വാളിറ്റി ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കേസിൽ യൂസ് ദ പ്ലസ് അഡ്ജക്റ്റീവ്, ഈ ഒരു ഫോം യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ യങ് ആണെന്ന് ഉള്ളത് കൊണ്ട് ദ യങ് എന്നും, ഓൾഡ് ആയതുകൊണ്ട്
ദ ഓൾഡ് എന്നും യൂസ് ചെയ്യണം. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ദ യങ് എന്ന് പറഞ്ഞാൽ യങ് ആയ ആളുകൾ, ദ ഓൾഡ് എന്ന് പറഞ്ഞാൽ ഓൾഡ് പീപ്പിൾ, ഓൾഡ് ആളുകൾ, ഓക്കെ, പ്രായമുള്ള ആളുകൾ. ഓക്കെ, അതിന് വേറെ രണ്ട് എക്സാമ്പിൾ ആണ് ദ റിച്ച്, ദ പുവർ. പുവർ ആയ ആളുകളെ നമ്മൾ ദ പുവർ എന്നും റിച്ച് ആയ ആളുകളെ ദ റിച്ച് എന്നും പറയുന്നു. ആ കാരണം കൊണ്ടാണ് ഇവിടെ ഏത് അഡ്ജക്റ്റീവ് രണ്ടിനും യൂസ് ചെയ്തത്? ദ യങ് ആൻഡ് ദ ഓൾഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ ഡാഷ് ബേ ഓഫ് ബംഗാൾ. ഓക്കെ, ആൻഡമാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. എവിടെയുള്ള? ബേ ഓഫ് ബംഗാളിലുള്ള. അതാണ് സെന്റൻസിന്റെ അർത്ഥം. ഇനി ആൻഡമാൻസിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, അതുപോലെ ബേ ഓഫ് ബംഗാളിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം ദ. ദ രണ്ടിനും മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. use the before names of island groups, mountain ranges, rivers and oceans. ഐലൻഡ് ഗ്രൂപ്പ്, മൗണ്ടൻ റേഞ്ചസ്, റിവേഴ്സ്, ഓഷ്യൻസ്, ഇതിന്റെയൊക്കെ പേരിന്റെ മുന്നേ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അപ്പൊ ആൻഡമാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐലൻഡ് ഗ്രൂപ്പാണ്. അതുപോലെ ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓഷ്യൻ ആണ്. അപ്പൊ രണ്ടും ഒരേ കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെയുള്ള കേസിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അതുകൊണ്ട് ദ ആൻഡമാൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ എന്നാണ് സെന്റൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ടൈഗർ ഈസ് നൗ ഡാഷ് പ്രൊട്ടക്റ്റഡ് ആനിമൽ. എന്താണ് സെന്റൻസിന്റെ അർത്ഥം? ടൈഗർ ഇപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് ആനിമൽ ആണ് എന്നാണ് അർത്ഥം. ഇനി ടൈഗറിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ? പ്രൊട്ടക്റ്റഡ് ആനിമലിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ആൻസർ ദ എ. ദ ടൈഗർ ഈസ് നൗ എ പ്രൊട്ടക്റ്റഡ് ആനിമൽ എന്നാണ് വരുന്നത്. റീസൺ നോക്കാം. യൂസ് ദ പ്ലസ് സിംഗുലർ കൗണ്ടബിൾ നൗൺ ടു റെപ്രസെന്റ് ആൻ എൻറ്റയർ സ്പീഷീസ് ഓർ ക്ലാസ് ഓഫ് ആനിമൽസ്. ടൈഗർ എന്നത് ഒരു ക്ലാസ് ഓഫ് ആനിമൽ ആണ്. ടൈഗർ എന്നത് ഒരു വിഭാഗം കടുവയാണ്. ഒറ്റ കടുവയല്ല പറയുന്നത്, കടുവ എന്ന വിഭാഗത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ ദ പ്ലസ് സിംഗുലർ കൗണ്ടബിൾ നൗൺ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ കടുവ എന്ന വിഭാഗത്തിനെ മുഴുവനായിട്ട് പ്രതിനിധീകരിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദ ടൈഗർ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ദ ടൈഗർ എന്ന് പറയുന്നത് എല്ലാ ടൈഗറിനെയുമാണ്, ആ സ്പീഷീസിൽ പെടുന്ന എല്ലാ ടൈഗറിനെയുമാണ്. അതുകൊണ്ട് ദ ടൈഗർ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് എ പ്രൊട്ടക്റ്റഡ് ആനിമൽ എന്ന് വരാൻ കാരണം യൂസ് എ ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ when describing the type or category something belongs to. ഓക്കെ, അപ്പൊ ഇവിടെ ആനിമൽ എന്ന ഒരു കാറ്റഗറിയാണ്. ആ ആനിമൽ എന്ന നൗൺ എന്താണ്? സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്, അതൊരു കാറ്റഗറിയെ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഇവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Although he was dash strong swimmer, he was swept away by dash current and was drowned. അപ്പൊ എന്താണ് അർത്ഥം? അവൻ ഒരു സ്ട്രോങ് സ്വിമ്മർ ആയിരുന്നിട്ട് കൂടി അവൻ എന്തുകൊണ്ട്? ആ കറണ്ട്, ഒഴുക്ക് കാരണം അവൻ സ്വിഫ്റ്റ് ആയിപ്പോയി, ഒഴുക്ക് അവനെ കൊണ്ടുപോയി, അവൻ ഡ്രൗൺ ആയിപ്പോയി, അവൻ മുങ്ങിപ്പോയി. അതാണ് സെന്റൻസിന്റെ അർത്ഥം. ഇനി സ്ട്രോങ് സ്വിമ്മറിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നും കറണ്ടിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നും നോക്കാം. ഓക്കെ, ആൻസർ എ, ദ. Although he was a strong swimmer, he was swept away by the current and was drowned. ഇനി എന്തുകൊണ്ടാണ് ആ രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തെന്ന് നോക്കാം. യൂസ് എ ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ. ഓക്കെ, ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ സ്വിമ്മറിനെ കുറിച്ചാണ്. സ്വിമ്മർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, അയാൾ സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. ആ കേസിൽ ഏത് യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്തത് ഇവിടെ ദ കറണ്ട് എന്ന് വരാൻ കാരണം ഇൻ നേച്ചർ terms like the wind, the tide, the current are often used with the because they are usually unique. അതായത് പ്രകൃതിയിൽ വിൻഡ്, ടൈഡ്, കറണ്ട് ഇതെല്ലാം യുണീക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അതിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ദ എന്ന ആർട്ടിക്കിൾ. അതുകൊണ്ടാണ് ദ കറണ്ട് എന്ന് വന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. We want dash help of dash few volunteers. എന്താണ് അതിന്റെ അർത്ഥം? ഞങ്ങൾക്ക് കുറച്ച് വോളണ്ടിയേഴ്സിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അതായത് കുറച്ച് വോളണ്ടിയേഴ്സിന്റെ എന്നാണ് ഇവിടെ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്. ഫ്യൂ എന്ന ഒരു വാക്ക്
ഫ്യൂ എന്ന് വരുമ്പോഴും എ ഫ്യൂ എന്ന് വരുമ്പോഴും രണ്ട് മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് വോളണ്ടിയേഴ്സിന്റെ ഹെൽപ്പ് വേണം എന്നാണ്. ഇനി ഏതാണ് ആൻസർ എന്ന് നോക്കാം. ദ എ സെന്റൻസ് എങ്ങനെ വരും? വി വാണ്ട് ദ ഹെൽപ്പ് ഓഫ് എ ഫ്യൂ വോളണ്ടിയേഴ്സ്. ഇനി അതിന്റെ കാരണം നോക്കാം. ദ വരാൻ കാരണം use the when referring to a specific or known thing, especially if it is uncountable and needed in a particular context. അപ്പൊ ഇവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞത് എന്തല്ല, കൗണ്ടബിൾ അല്ല. അപ്പൊ അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദ എന്ന് യൂസ് ചെയ്യാം. ഒരു സ്പെസിഫിക് നോൺ തിങ് ആണ്, അതുകൂടെ ഉണ്ട്. ഇത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ല. ആരുടെ ഹെൽപ്പാണ്? ഈ വോളണ്ടിയേഴ്സിന്റെ ഹെൽപ്പാണ്. അപ്പൊ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് കാരണം കൊണ്ട് ഇവിടെ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഒന്ന്, ഇത് അൺകൗണ്ടബിൾ ആയതുകൊണ്ട്. രണ്ട്, അത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരം ഹെൽപ്പാണ്. അതുകൊണ്ട് കൂടെയാണ്. എന്താണ് ആ സ്പെസിഫിക്കേഷൻ? ഈ വോളണ്ടിയേഴ്സിന്റെ ഹെൽപ്പാണ്. അതുകൊണ്ട് കൂടെയാണ് ഇവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്തത്? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തത്. അടുത്തത് എ ഫ്യൂ വോളണ്ടിയേഴ്സ് എന്നാണ് വന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. യൂസ് എ ഫ്യൂ ബിഫോർ പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ്. പ്ലൂറൽ കൗണ്ടബിൾ നൗൺസ്. അപ്പൊ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്, അത് ആളുകളായതുകൊണ്ട് അത് കൗണ്ടബിളുമാണ്. അപ്പൊ പ്ലൂറൽ കൗണ്ടബിൾ നൗൺസിന് മുന്നേ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. അപ്പൊ ആളുകൾ എന്തായാലും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, എണ്ണം എന്ന് പറയുന്നത് ആളുകളെ എണ്ണാൻ നമുക്ക് നെഗറ്റീവായിട്ട് എണ്ണാൻ പറ്റില്ലല്ലോ. എപ്പോഴും പോസിറ്റീവായിട്ട് എണ്ണാൻ പറ്റും. ഒരാൾ, രണ്ടാൾ, മൂന്നാൾ, അല്ലാതെ -1 നിന്നും നമ്മൾ സാധാരണ എണ്ണില്ല. ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ഇവിടെ എ ഫ്യൂ വോളണ്ടിയേഴ്സ് എന്ന് യൂസ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐ എം ഗോയിങ് ടു ഡാഷ് ഹോസ്പിറ്റൽ ടു വിസിറ്റ് ഡാഷ് സിക്ക് ഫ്രണ്ട്. അപ്പോൾ എന്താണ് മീനിങ്? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്തിനാണ്? സിക്ക് ആയിട്ടുള്ള ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ. ഇനി ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, അതുപോലെ സിക്ക് ഫ്രണ്ടിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം ദ എ. ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ടു വിസിറ്റ് എ സിക്ക് ഫ്രണ്ട്. ഇനി എന്താണ് കാരണം എന്ന് നോക്കാം. യൂസ് ദ when you are referring to a hospital as a specific place, not as a patient for another purpose like visiting someone. Okay, ഒരു പേഷ്യന്റ് അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ ഏത് യൂസ് ചെയ്യണം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തിനാണ് പോകുന്നത്? പേഷ്യന്റ് ആയിട്ടാണോ? അല്ല, ഞാൻ എൻ്റെ സിക്ക് ആയിട്ടുള്ള ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത്. അപ്പൊ ഞാൻ പേഷ്യന്റ് അല്ല. ഞാൻ പോകുന്നത് എന്തിനാണ്? അയാളെ കാണാനാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് നമുക്ക് രണ്ട് കാര്യത്തിന് പോവാം. ഒന്ന്, എനിക്ക് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കാൻ പോവാം. പക്ഷെങ്കിൽ അതല്ലെങ്കിൽ എനിക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി പോവാം. അതായത് ഞാൻ ചിലപ്പോൾ അവിടുത്തെ ഡോക്ടർ ആവാം, അവിടെ വർക്ക് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടാവാം, അയാളെ കാണാനും പോവാം. അത് രണ്ടാമത്തെ കേസ്. അങ്ങനെ ഉള്ള കേസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ദ ഹോസ്പിറ്റൽ എന്ന് വന്നത്. ഇനി എ സിക്ക് ഫ്രണ്ട് എന്ന് വരാൻ കാരണം യൂസ് എ when referring to one person not previously mentioned a singular countable noun. നേരത്തെ പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണ്. അതിന്റെ കൂടെ എന്തുകൂടെ ഉണ്ട്? അതൊരു സിംഗുലർ കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ ഈ ഫ്രണ്ടിനെ പറ്റി ഈ സെന്റൻസിന് മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ നൗൺ എന്താണ്? സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. അയാൾ ഒറ്റ ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കൗണ്ടബിളുമാണ്. ഓക്കെ, ആ കാരണങ്ങൾ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൗണ്ട് എവറസ്റ്റ് ഈസ് ഡാഷ് ഹയസ്റ്റ് പീക്ക് ഇൻ ഡാഷ് ഹിമാലയാസ്. എന്താണ് അർത്ഥം? മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് ഹിമാലയാസിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ്. ഇനി അവിടെ ഹയസ്റ്റ് പീക്കിന്റെ മുന്നേ ഏതാണ് ആർട്ടിക്കിൾ എന്നും ഹിമാലയാസിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നും നോക്കാം. ഉത്തരം ദ രണ്ടിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ് വരുന്നത്. മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ ഹിമാലയാസ്. ഇനി അതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം. യൂസ് ദ ബിഫോർ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ്. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ദ എന്ന ആർട്ടിക്കിൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ഉണ്ട്. ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർലേറ്റീവ് ഫോം ആണ്. എക്സാമ്പിൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹയസ്റ്റ്, ടോളസ്റ്റ്, ബെസ്റ്റ്, അങ്ങനെ ഏറ്റവും കൂടിയ ക്വാളിറ്റി കാണിക്കുന്നതിനാണ് സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അഡ്ജക്റ്റീവ്സിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ദ ഹയസ്റ്റ് പീക്ക് എന്ന് വരുന്നു. ഇനി ഇവിടെ ദ ഹിമാലയാസ് എന്ന് വരാൻ എന്താണ് കാരണം എന്ന് നോക്കാം. യൂസ് ദ ബിഫോർ നെയിംസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ്, ഐലൻഡ് ഗ്രൂപ്സ്
ആൻഡ് റിവേഴ്സ്. നേരത്തെ നമ്മൾ ഓഷ്യൻസും പറഞ്ഞു. അങ്ങനെ ഉള്ള കാര്യത്തിൽ ഒക്കെ എന്താണ് വരുന്നത്? ഇത് റിപ്പീറ്റഡ് ആയിട്ട് സെയിം റൂള് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അത് വരുന്ന സമയത്ത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഹിമാലയാസ് എന്താണ്? അതൊരു മൗണ്ടൻ റേഞ്ച് ആണ്. അങ്ങനെ മൗണ്ടൻ റേഞ്ചിന്റെ പേര് വരികയാണെങ്കിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. After dash year or two, dash question can be considered. ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം ആ ചോദ്യം പരിഗണിക്കാവുന്നതാണ് എന്നാണ് ഇതിന്റെ മീനിങ്. ഇനി ഉത്തരം ഏതാണ്? ഇയറിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, ക്വസ്റ്റിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം എ, ദ. ആഫ്റ്റർ എ ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി കൺസിഡേർഡ്. ഇനി എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് നോക്കാം. Use a before singular countable nouns when referring to an unspecified or general instance, even when it's part of a phrase like a year or two. Okay. അപ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുന്നിൽ എന്ത് യൂസ് ചെയ്യാം? എ എന്ന് യൂസ് ചെയ്യാം. ഇവിടെ ഇയർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. പിന്നെ ആ ഇയറിനെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഇയറിനെ എടുത്ത് പറയുന്നില്ല. ഇയർ എന്ന് മൊത്തത്തിൽ സാധാരണ പറയുന്നത് പോലെ പറഞ്ഞിട്ടേ ഉള്ളൂ. ആ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ആഫ്റ്റർ എ ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി കൺസിഡേർഡ്. ഇനി അവിടെ ദ എന്ന ആർട്ടിക്കിൾ വരാൻ എന്താണ് കാരണം? യൂസ് ദ വെൻ റെഫറിംഗ് ടു എ സ്പെസിഫിക് ഓർ പ്രീവിയസ്ലി നോൺ നൗൺ. സ്പെസിഫിക് ആയ അല്ലെങ്കിൽ പ്രീവിയസ്ലി അറിയാവുന്ന ഒരു നൗണിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ the question implies that both the speaker and listener know which question is being talked about. അതായത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ് എന്ന് ഉദ്ദേശിച്ചതെന്ന് അറിയാമെങ്കിൽ, നമ്മൾ നേരത്തെ ഈ സെയിം റൂൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്പീക്കർക്കും ലിസണർക്കും അറിയാവുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പീക്കർക്കും ലിസണർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് പസഫിക് ഈസ് ഡാഷ് ബിഗസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്. അതായത് പസഫിക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഷ്യൻ ആണെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ പസഫിക്കിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, അതുപോലെ ബിഗ്ഗസ്റ്റിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ പറഞ്ഞൊരു നിയമമാണ് ബിഗ്ഗസ്റ്റ്. ബിഗ്ഗസ്റ്റ് എന്താണ്? സൂപ്പർലേറ്റീവ് ആണ്. അപ്പൊ അതിന്റെ മുന്നിൽ ദ ആയിരിക്കും വരിക. പസഫിക്കും നമ്മൾ പറഞ്ഞാണ്. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ദ രണ്ടിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ആണ്. ദ പസഫിക് ഈസ് ദ ബിഗസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്. ഇനി റീസണും കൂടെ നോക്കാം. യൂസ് ദ ബിഫോർ നെയിംസ് ഓഫ് ഓഷ്യൻസ്, സീസ്, റിവേഴ്സ് ആൻഡ് മൗണ്ടൻ റേഞ്ചസ്. ഓഷ്യൻസ്, സീസ്, റിവേഴ്സ്, മൗണ്ടൻ റേഞ്ചസ് ഇതിന്റെ പേരിന്റെ മുന്നിൽ എന്ത് യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ പസഫിക് എന്ന് പറഞ്ഞാൽ ഒരു പസഫിക് ഓഷ്യൻ ആണ്, ഓഷ്യന്റെ പേരാണ്. എക്സാമ്പിൾ വേറെ ഉണ്ട്. അറ്റ്ലാന്റിക് ആണെങ്കിൽ ദ അറ്റ്ലാന്റിക്, നൈൽ ആണെങ്കിൽ ദ നൈൽ, ഹിമാലയാസ് ആണെങ്കിൽ ദ ഹിമാലയാസ്. അങ്ങനെ ആ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ ദ എന്ന ആർട്ടിക്കിൾ വന്നത്. ഇനി ഇവിടെ ദ എന്ന ആർട്ടിക്കിൾ ദ ബിഗ്ഗസ്റ്റ് എന്ന് കൊടുക്കാൻ കാരണം സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് വന്നതുകൊണ്ടാണ്. ഇവിടെ ബിഗ്ഗസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് എന്താണ്? സൂപ്പർലേറ്റീവ് ഫോം ആണ്. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ് എന്നാണ്. അപ്പൊ സൂപ്പർലേറ്റീവ് ഫോം ആയതുകൊണ്ട് ദ ബിഗ്ഗസ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇംഗ്ലീഷ് ഈസ് ഡാഷ് ലാംഗ്വേജ് ഓഫ് പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. എന്താണ് അർത്ഥം? ഇംഗ്ലണ്ടിലെ ആളുകളുടെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞത്. ഇനി ഉത്തരം നോക്കാം. അവിടെ ദ എന്ന ആർട്ടിക്കിൾ, ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. എന്തുകൊണ്ടാണ് ഇനി അവിടെ ദ എന്ന് വന്നതെന്ന് നോക്കാം. യൂസ് ദ വെൻ റെഫറിംഗ് ടു സംതിങ് സ്പെസിഫിക്, യുണീക്ക് ഓർ ഓൾറെഡി നോൺ. അപ്പൊ ഇവിടെ സ്പെസിഫിക് ആണ്. അതായത് ഇംഗ്ലണ്ടിലെ ആളുകളുടെ ഭാഷ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു ഭാഷ എന്ന് പറഞ്ഞതല്ല. ഓഫ് പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ ആളുകളുടെ ഭാഷ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് കൊണ്ട് നമുക്ക് അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാൻസ്ക്രിറ്റ് ഈസ് ഡാഷ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. അപ്പൊ ഇവിടെയും കണ്ടോ, രണ്ട് ചോദ്യങ്ങളും ഏകദേശം ഒരുപോലെയാണ്. ഇവിടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെക്കുറിച്ചും ഇവിടെ സംസ്കൃതം എന്ന സാൻസ്ക്രിറ്റ് എന്ന ഭാഷയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഉത്തരത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ദ ലാംഗ്വേജ് എന്നായിരുന്നു ആർട്ടിക്കിൾ യൂസ് ചെയ്തത്. ഇനി സംസ്കൃതത്തിന്റെ കേസിൽ എന്താണ് ആൻസർ നോക്കാം. അവിടെ എ ആണ് യൂസ് ചെയ്തത്. കണ്ടോ, അതിന്റെ വ്യത്യാസം എന്താണ്? നേരത്തെ ഉള്ളതുപോലെയല്ല. ഇവിടെ റീസൺ നോക്കാം. യൂസ് എ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ്
ഇവിടെ സിംഗുലർ കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ ലാംഗ്വേജ് എന്താണ്? സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. പക്ഷെ നേരത്തെ കേസിൽ എന്തായിരുന്നു? വെറുതെ ലാംഗ്വേജ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഇംഗ്ലണ്ടിലെ ആളുകളുടെ ലാംഗ്വേജ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്പെസിഫിക് ആയിരുന്നു. പക്ഷെ ഇവിടെ ലാംഗ്വേജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു. പക്ഷെ വേറെ അങ്ങനെ എടുത്തൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിംഗുലർ ആണെന്നുള്ള ആ ഒരു റൂൾ യൂസ് ചെയ്തിട്ട് എ എന്ന ആർട്ടിക്കിൾ സെലക്ട് ചെയ്യും. സാൻസ്ക്രിറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. അതായത് ബുഷിലുള്ള രണ്ട് കിളികളെക്കാളും നല്ലത് കയ്യിലുള്ള ഒരു കിളിയാണ്. അതായത് മരത്തിലുള്ള രണ്ട് കിളിയേക്കാളും നല്ലത് നമ്മളെ കൂട്ടിലുള്ള ഒരു കിളിയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അവിടെ ഏത് ആർട്ടിക്കിൾ ബേർഡിന് മുന്നിൽ വരും എന്ന് നോക്കാം. എ ആണ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് അവിടെ എ വന്നു എന്ന് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം റീസൺ നോക്കാം. യൂസ് എ ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ. ഓക്കെ, അപ്പൊ ബേർഡ് എന്ന് പറഞ്ഞ നൗൺ എന്താണ്? സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. അങ്ങനെയുള്ള കേസിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹി ക്യാൻ പ്ലേ ഡാഷ് ഫ്ലൂട്ട്. അവന് ഫ്ലൂട്ട് പ്ലേ ചെയ്യാൻ കഴിയും എന്നാണ് അർത്ഥം. ആൻസർ നോക്കാം. ദ ഫ്ലൂട്ട് എന്നാണ്. ഹി ക്യാൻ പ്ലേ ദ ഫ്ലൂട്ട്. ഇനി എന്തുകൊണ്ടാണ് അവിടെ ഫ്ലൂട്ടിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ വന്നതെന്ന് നോക്കാം. യൂസ് ദ ബിഫോർ ദ നെയിംസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് when talking about playing them in general. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. പക്ഷെ അതിനെപ്പറ്റി ജനറൽ ആയിട്ട് സംസാരിക്കുന്ന കേസ്, ഇവിടെ ജനറൽ ആയിട്ടാണ്, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഫ്ലൂട്ട് വായിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. കാരണം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരിന്റെ മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് 9th ചാപ്റ്റർ ഓഫ് ദ ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ബുക്കിന്റെ 9ാമത്തെ ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് അർത്ഥം. ഇനി അവിടെ 9th മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആണെന്ന് നോക്കാം. ദ എന്ന ആർട്ടിക്കിൾ ആണ്. ദ 9th ചാപ്റ്റർ ഓഫ് ദ ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. ഇനി അതിന്റെ കാരണം നോക്കാം. യൂസ് ദ ബിഫോർ ഓർഡിനൽ നമ്പേഴ്സ്. ഓർഡിനൽ നമ്പേഴ്സിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ 9th ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓർഡിനൽ നമ്പേഴ്സിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൈ ഗ്രാൻഡ് മദർ നീഡ്സ് ഡാഷ് ഇയർഫോൺ. ഓക്കെ, എൻ്റെ ഗ്രാൻഡ് മദറിന് ഇയർഫോൺ ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. ഇനി അവിടെ ഇയർഫോണിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം ആൻ ആണ്. ആൻ ആർട്ടിക്കിൾ, ആൻ ഇയർഫോൺ. ഓക്കെ, ഇനി അതിന്റെ റീസൺ നോക്കാം. യൂസ് ആൻ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. ഇവിടെ ഇയർഫോൺ ആണ്. ഇ എന്നുള്ള സൗണ്ടിലല്ല, എ എന്ന സൗണ്ടിലാണ് ഇത് വായിക്കേണ്ടത്. എയർഫോൺ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഞാൻ വായിച്ചത് ഇയർഫോൺ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? എയർഫോൺ എന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അത് വവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നത്. എയർഫോൺ ആണ്. അങ്ങനെ വവൽ സൗണ്ടിൽ ആരംഭിക്കുന്നത് കൊണ്ട് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വായിക്കേണ്ടത് ഇയർഫോൺ എന്നല്ല, എയർഫോൺ എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വി മേക്ക് ഡാഷ് ബട്ടർ ആൻഡ് ചീസ് ഫ്രം മിൽക്ക്. നമ്മൾ മിൽക്കിൽ നിന്ന് ബട്ടറും ചീസും ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. അവിടെ ബട്ടറിന് മുന്നിൽ അല്ലെങ്കിൽ ബട്ടർ ആൻഡ് ചീസിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഓക്കെ, ആർട്ടിക്കിൾ ഒന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വി മേക്ക് ബട്ടർ ആൻഡ് ചീസ് ഫ്രം മിൽക്ക് എന്നാണ് വരിക. എന്താണ് റീസൺ എന്ന് നോക്കാം. ഡു നോട്ട് യൂസ് an article before uncountable nouns when speaking about them in general. ജനറൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അൺകൗണ്ടബിൾ നൗൺസിന്റെ മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല. അപ്പൊ ബട്ടർ ആൻഡ് ചീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. വെറുതെ ബട്ടർ ആൻഡ് ചീസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പാക്കറ്റ് എന്നോ ഒരു കിലോഗ്രാം എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബട്ടർ ആൻഡ് ചീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതെന്താണ്? അൺകൗണ്ടബിൾ ആണ്. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ടബിൾ ആയി. ഒരു പാക്കറ്റ് 1 എന്നുള്ള കൗണ്ട് ഉണ്ട് അവിടെ. പക്ഷെ ഇവിടെ എന്തില്ല? അത് അൺകൗണ്ടബിൾ ആണ്. ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാം? എന്ത് ഒഴിവാക്കാം? ആർട്ടിക്കിൾ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വി മേക്ക് ബട്ടർ ആൻഡ് ചീസ് ഫ്രം മിൽക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് മൂൺ ഡിഡ് നോട്ട് റൈസ് ടിൽ ആഫ്റ്റർ 10.
10 മണി കഴിയുന്നത് വരെ എന്ത് ചെയ്തില്ല, ചന്ദ്രൻ ഉദിച്ചില്ല എന്നാണ് പറഞ്ഞത്. അവിടെ മൂണിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ദ എന്നാണ്. ദ മൂൺ ഡിഡ് നോട്ട് റൈസ് ടിൽ ആഫ്റ്റർ 10. നമുക്ക് നേരത്തെ പറഞ്ഞതാണ് റൂള്, അതൊന്നുകൂടെ പെട്ടെന്ന് നോക്കാം. Use the before names of unique natural objects or celestial bodies that are one of a kind and universally known. യൂണിവേഴ്സലി നോൺ ആയിട്ടുള്ള, വൺ ഓഫ് എ കൈൻഡ് ആയിട്ടുള്ള, അതായത് യുണീക്ക് ആയിട്ടുള്ള നൗണിന്റെ മുന്നിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മൂൺ എന്ന് പറഞ്ഞത് യുണീക്ക് ആണ്, നമുക്കറിയാവുന്ന ഒറ്റ മൂണേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരത്തെ എർത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ആ കേസിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സെറ്റ് ബാക്ക് ഡാഷ് ക്ലോക്ക് ഇറ്റ് ഈസ് ഡാഷ് അവർ ടു ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്കിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നും അതുപോലെ അവറിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നും നോക്കാം. ദ ആൻഡ് ഈ രണ്ട് ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ സെറ്റ് ബാക്ക് ദ ക്ലോക്ക് ഇറ്റ് ഈസ് ആൻ അവർ ടു ഫാസ്റ്റ്. ഇനി റീസൺ എന്താണെന്ന് നോക്കാം. യൂസ് ദ വെൻ റെഫറിങ് ടു എ സ്പെസിഫിക് നോൺ ഐറ്റം. സ്പെസിഫിക് ആയിട്ടുള്ള അറിയാവുന്ന ഒരു ഐറ്റത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഹിയർ ദ ക്ലോക്ക് ഈസ് എ പെർട്ടിക്കുലർ ക്ലോക്ക് ദ സ്പീക്കർ ആൻഡ് ലിസണർ നോ അബൌട്ട്. ഒരു ക്ലോക്ക് കുറച്ച് സ്പീഡിലാണ് അതായത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഓടുന്നത് എന്ന് പറയണമെങ്കിൽ ആ ക്ലോക്കിനെ കുറിച്ച് ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സ്പീക്കർക്കും ലിസണറിനും ഒരുപോലെ അറിവുണ്ടായിരിക്കണം. അതിന്റെ അർത്ഥം അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ സ്പീക്കർക്കും ലിസണർക്കും ഒരുപോലെ അറിയുന്ന ഒരു നൗണിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പോൾ സെറ്റ് ബാക്ക് ദ ക്ലോക്ക് ഇറ്റ് ഈസ് ആൻ അവർ എഴുതാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എച്ച് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇത് വായിക്കുന്നത് അവർ എന്നാണ്. അപ്പോൾ ഒരു വവൽ സൗണ്ടിൽ ആരംഭിക്കുന്നത് കൊണ്ട് അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടൈം മേക്സ് ഡാഷ് വേഴ്സ്റ്റ് എനിമീസ് ഫ്രണ്ട്സ്. അതായത് കാലം, ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് കാലമാണ്. കാലം ഏറ്റവും മോശം സുഹൃത്തുക്കളെ വരെ എന്താക്കി മാറ്റും, ഏറ്റവും മോശം ശത്രുക്കളെ വരെ എന്താക്കി മാറ്റും, സുഹൃത്തുക്കളാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ വേഴ്സ്റ്റിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു സൂപ്പർലേറ്റീവ് കേസ് വരുമ്പോൾ ഏതാണ് വരുന്നതെന്ന് ഉത്തരം നോക്കാം. ഉത്തരം ദ ആണ്. ടൈം മേക്സ് ദ വേഴ്സ്റ്റ് എനിമീസ് ഫ്രണ്ട്സ്. ഓക്കെ, കാരണം നോക്കാം. യൂസ് ദ ബിഫോർ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ്. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. എക്സാമ്പിൾ ഉണ്ട് ഇവിടെ തന്നിട്ട്, വേഴ്സ്റ്റ് ഉണ്ട്, പിന്നെ ബെസ്റ്റ്, അങ്ങനെയുള്ള വരുന്ന സമയത്തൊക്കെ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് വരുന്ന സമയത്തൊക്കെ അതിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൈ ഫേവറേറ്റ് ഫ്ലവർ ഈസ് ഡാഷ് റോസ്. എന്താണ് അർത്ഥമാക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പുഷ്പം റോസ് ആണ്. അപ്പോൾ റോസിന് മുന്നേ ഏത് ആർട്ടിക്കിൾ വരും എന്ന് നോക്കാം. ദ എന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. മൈ ഫേവറേറ്റ് ഫ്ലവർ ഈസ് ദ റോസ്. എന്താണ് കാരണം? യൂസ് ദ ബിഫോർ എ സിംഗുലർ നൗൺ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് സ്പെസിഫിക് ഓർ സംതിങ് ദാറ്റ് റെപ്രസെന്റ് എ ഹോൾ കാറ്റഗറി ഓർ ടൈപ്പ്. ഒരു കാറ്റഗറിയെ, ഒരു ടൈപ്പിനെ മുഴുവനായിട്ടും റെപ്രസെന്റ് ചെയ്യാനാണ് ഒരു നൗൺ യൂസ് ചെയ്തതെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് എനിക്ക് ഏതോ ഒരു പ്രത്യേക റോസ് ഇഷ്ടമാണെന്നല്ല, എൻ്റെ പ്രിയപ്പെട്ട പുഷ്പം റോസ് ആണ്. റോസ് എന്നുള്ള ആ പുഷ്പത്തിന്റെ കാറ്റഗറി മുഴുവൻ ആണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഏതോ ഒരു പ്രധാന കളറോ അല്ലെങ്കിൽ ചുവപ്പ് കളറുള്ള റോസോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, റോസിന്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ റോസ് എന്ന കാറ്റഗറിയെ മുഴുവനായിട്ടാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ നൗണിന്റെ മുന്നേ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ റൂൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓണസ്റ്റ് മെൻ സ്പീക്ക് ഡാഷ് ട്രൂത്ത്. എന്താണ് അർത്ഥം? ഓണസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്തത്. അവരെന്താണ് പറയാ, സത്യം പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ട്രൂത്തിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ വരുന്നത് എന്ന് നോക്കാം. ദ എന്ന ആർട്ടിക്കിൾ ആണ്. ഓണസ്റ്റ് മെൻ സ്പീക്ക് ദ ട്രൂത്ത്. എന്താണ് കാരണം? യൂസ് ദ ബിഫോർ സ്പെസിഫിക് ഓർ നോൺ തിങ്സ് ആൻഡ് ട്രൂത്ത് ഈസ് വൺ ഓഫ് ദോസ് സ്പെസിഫിക് തിങ്സ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതായത് വെൻ യു സേ ദ ട്രൂത്ത് ഇറ്റ് റെഫേഴ്സ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ട്രൂത്ത്. സത്യം എന്ന കോൺസെപ്റ്റിനെയാണ് ഇവിടെ ട്രൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഐഡന്റിഫയബിൾ ആയിട്ടുള്ള തിങ് ആണ്. സത്യം എന്നുള്ള ഒരു ഐഡന്റിഫയബിൾ ആയിട്ടുള്ള തിങ് ആണ്. അതുകൊണ്ട് ട്രൂത്തിന്റെ മുന്നിൽ
ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. കുറച്ച് എക്സാമ്പിൾ വേറെ തന്നിട്ടുണ്ട്. ഹി ടോൾഡ് ദ ട്രൂത്ത്. ഇവിടെ ട്രൂത്തിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഹി ഓൾവേസ് സീക്സ് ദ ട്രൂത്ത്. അവൾ എപ്പോഴും സത്യം അന്വേഷിക്കുന്നു. അവിടെയും ട്രൂത്തിന്റെ മുന്നിൽ ദ യൂസ് ചെയ്തിട്ടുണ്ട്. വി നീഡ് ടു ഫേസ് ദ ട്രൂത്ത്. അപ്പൊ സത്യം എന്നുള്ള പൊതുവായ അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ട്രൂത്തിന് മുന്നേ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ റിവർ വാസ് സ്പാൻഡ് ബൈ ഡാഷ് അയൺ ബ്രിഡ്ജ്. ഇവിടെ അയൺ ബ്രിഡ്ജിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം. ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം ആൻ ആണ്. ദ റിവർ വാസ് സ്പാൻഡ് ബൈ ആൻ അയൺ ബ്രിഡ്ജ് എന്നാണ്. എന്താണ് കാരണം? യൂസ് ആൻ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അയൺ എന്നത് ഐ വെച്ചാണെങ്കിലും അത് അതിന്റെ സൗണ്ട് നമ്മൾ ഈ ഐ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ അത് വായിക്കുന്നത്. അപ്പൊ അതൊരു വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്റ്റർഡേ ഡാഷ് യൂറോപ്യൻ കോൾഡ് അറ്റ് മൈ ഓഫീസ്. ഇന്നലെ എന്റെ ഓഫീസിലേക്ക് ഒരു യൂറോപ്യൻ വിളിച്ചു എന്നാണ് അർത്ഥം. അവിടെ യൂറോപ്യൻ എന്നുള്ളതിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആണ് എന്നാണ്. അപ്പൊ ഇവിടെ വവൽ സൗണ്ട് ആണോ എന്നുള്ളതായിരിക്കും. അത് നോക്കാം. ഉത്തരം എ ആണ്. യെസ്റ്റർഡേ എ യൂറോപ്യൻ കോൾഡ് അറ്റ് മൈ ഓഫീസ്. എന്തുകൊണ്ട് അവിടെ എ എന്ന ആർട്ടിക്കിൾ വന്നു എന്ന് നോക്കാം. യൂസ് എ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ് ദാറ്റ് ബിഗിൻ വിത്ത് എ കോൺസണന്റ് സൗണ്ട്. ഇവിടെ ലെറ്റർ ഇ ആണെങ്കിലും ഇത് യൂറോപ്യൻ എന്നുള്ള യാ എന്നൊരു സൗണ്ടിലാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ അതൊരു വവൽ സൗണ്ട് അല്ല, ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. അങ്ങനെയുള്ള കേസിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? എ എന്ന ആർട്ടിക്കിൾ. കോൺസണന്റിന് മുന്നേ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ എ യൂറോപ്യൻ എന്ന് വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐ ഫസ്റ്റ് മെറ്റ് ഹിം ഡാഷ് ഇയർ അഗോ. ഇവിടെ ഇയറിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം. ഞാൻ ആദ്യമായിട്ട് അയാളെ കണ്ടത് 1 വർഷം മുന്നെയാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഉത്തരം എന്താണെന്ന് നോക്കാം. എ എന്നാണ് ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. ഐ ഫസ്റ്റ് മെറ്റ് ഹിം എ ഇയർ എഗോ. എന്താണ് കാരണം എന്ന് നോക്കാം. യൂസ് എ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ് when referring to a general instance of something such as time periods like year, day or week. എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ഇൻസ്റ്റൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ ടൈമിന്റെ ഇൻസ്റ്റൻസ് ആണ്, ടൈം പീരിയഡിന്റെ ഇൻസ്റ്റൻസ് ആണ്, ടൈം പീരിയഡിനെ സൂചിപ്പിക്കുന്നതാണ് ഇയർ, ഡേ, വീക്ക് ഒക്കെ. അതൊക്കെ ടൈം പീരിയഡിന്റെ ഇൻസ്റ്റൻസ് ആണ്. അങ്ങനെ എന്തിനെങ്കിലും റെഫർ ചെയ്യുന്ന നൗൺ ആണെങ്കിൽ ഒരു കൗണ്ടബിളും ആവണം, സിംഗുലറും ആവണം. അപ്പൊ സിംഗുലർ ആണോ? ഇയർ ആണ്. ഇയർ സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ടൈം പീരിയഡിനെ സൂചിപ്പിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് അവിടെ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ദിസ് കേസ് ഇയർ ഈസ് എ സിംഗുലർ കൗണ്ടബിൾ നൗൺ ആൻഡ് യു ആർ റെഫറിംഗ് ടു വൺ സ്പെസിഫിക് ഇയർ ഇൻ എ ജനറൽ സെൻസ്. ഒരു ഇയറിനെ ജനറൽ സെൻസിലാണ് പറയുന്നത്. അല്ലാതെ ഇയർ 2000 എന്നോ ഇയർ 2020 എന്നൊക്കെ ആണെങ്കിൽ അത് വേറെ അർത്ഥത്തിലാവും. അവിടെ നമുക്ക് ദ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ജനറൽ സെൻസിലായതുകൊണ്ടും സിംഗുലറും കൗണ്ടബിളും ആയതുകൊണ്ട് നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹി റിട്ടേൺഡ് ആഫ്റ്റർ ഡാഷ് അവർ എന്നാണ് പറഞ്ഞത്. അവിടെ അവറിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണെന്ന് നോക്കാം. ആൻ എന്ന ആർട്ടിക്കിൾ ആണ്. ഹി റിട്ടേൺഡ് ആഫ്റ്റർ ആൻ അവർ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് എച്ച് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അത് സൗണ്ട് ചെയ്യുന്നത് അവർ എന്നാണ്. അതൊരു വവൽ സൗണ്ട് ആയതുകൊണ്ടാണ് അവിടെ വവൽ സൗണ്ടിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് സ്കൂൾ വിൽ ഷോർട്ട്ലി ക്ലോസ് ഫോർ ദ പൂജ ഹോളിഡേയ്സ്. പൂജ ഹോളിഡേയ്സിന് വേണ്ടിയിട്ട് സ്കൂള് ഉടനെ അടയ്ക്കും എന്നാണ് അർത്ഥം. ഇനി സ്കൂളിന്റെ മുന്നിൽ എന്താണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം ദ സ്കൂൾ വിൽ ഷോർട്ട്ലി ക്ലോസ് ഫോർ ദ പൂജ ഹോളിഡേയ്സ്. എന്താണ് കാരണം? യൂസ് ദ when referring to specific non-institutions, places or objects that are unique or commonly known. സ്പെസിഫിക് ആയിട്ടുള്ള, നോൺ ആയിട്ടുള്ള, അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥലങ്ങൾ, ഒബ്ജക്ട്സ് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടോ കോമൺലി അറിയപ്പെടുന്നതോ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതിന്റെ മുന്നിൽ ഏത് യൂസ് ചെയ്യണം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഇനി ഈ കേസിൽ
The school refers to a particular school that both the speaker and listener are aware of. ഓക്കെ, അപ്പോൾ ഒരു സ്കൂള് പൂജ ഹോളിഡേയ്സിന് അടയ്ക്കാൻ പോവുകയാണെന്ന് ഒരാൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ ആ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയാം ഇത് ഏത് സ്കൂളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ജനറലി നോൺ ആണ്, കോമൺലി നോൺ ആണ്, രണ്ടുപേർക്കും അറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ റൂള് തന്നെയാണ്, സ്പീക്കർക്കും ലിസണർക്കും ഒരുപോലെ അറിയാവുന്ന സ്കൂളാണ് ഇത്. ആ കേസിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗെറ്റ് ഡാഷ് പൗണ്ട് ഓഫ് ഷുഗർ ഫ്രം ഡാഷ് നിയറസ്റ്റ് ഗ്രോസർ. ഓക്കെ, അപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു പൗണ്ട് ഷുഗർ വാങ്ങുക എന്നാണ് പറഞ്ഞത്. അതാണ് അർത്ഥം. അവിടെ പൗണ്ടിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, അതുപോലെ നിയറസ്റ്റ് ഗ്രോസറിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം എ, ദ. ഗെറ്റ് എ പൗണ്ട് ഓഫ് ഷുഗർ ഫ്രം ദ നിയറസ്റ്റ് ഗ്രോസർ എന്നാണ് ഉത്തരം വരുന്നത്. ഇനി എന്താണ് അതിന്റെ കാരണം എന്ന് നോക്കാം. യൂസ് എ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ nouns when referring to one instance or one example of something. എന്തോ ഒന്നിന്റെ ഒരു ഇൻസ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഒക്കെയാണ് പറയുന്നതെങ്കിൽ അത് സിംഗുലറും കൗണ്ടബിളും കൂടെ ആണെങ്കിൽ അതിന്റെ മുന്നിൽ എന്ത് യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പോൾ സിംഗുലർ ആവണം, കൗണ്ടബിൾ ആവണം, പിന്നെ എന്തോ ഒന്നിന്റെ ഒരു ഇൻസ്റ്റൻസിനെ സൂചിപ്പിക്കണം. അപ്പൊ പൗണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. പൗണ്ട് ഈസ് എ കൗണ്ടബിൾ നൗൺ. പൗണ്ട് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. പിന്നെ അത് അതിന്റെ ഷുഗറിന്റെ ഒരു ഇൻസ്റ്റൻസിനെയാണ്, 1 pound ഓഫ് ഷുഗർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ നിയമങ്ങളൊക്കെ ഇവിടെ ആപ്ലിക്കബിൾ ആയതുകൊണ്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാം, എ പൗണ്ട് എന്ന് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത് ദ നിയറസ്റ്റ് ഗ്രോസർ എന്ന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ദ when referring to specific object or place that is unique or known in the context. ഈ കോണ്ടെക്സ്റ്റിൽ അറിയാവുന്നതോ അല്ലെങ്കിൽ യുണീക്കോ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ നിയറസ്റ്റ് ഗ്രോസർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അടുത്തുള്ള കട. അപ്പൊ ഏറ്റവും അടുത്തുള്ള കട എന്ന് പറഞ്ഞാൽ ഒറ്റ കടയേ ഉണ്ടാവുള്ളൂ, അതൊരു സ്പെസിഫിക് കടയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും വെറുതെ ഒരു ഗ്രോസർ എന്നാണ് പറഞ്ഞത് എങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല. പക്ഷെ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് നിയറസ്റ്റ് ഗ്രോസർ, ഏതും ഏറ്റവും അടുത്തുള്ള കട. ഓക്കെ, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് ഡാഷ് ഹോപ്പ്ലെസ് കേസ്. ഡോക്ടർ പറഞ്ഞത് എന്താണ്? ഇതൊരു ഹോപ്പ്ലെസ് കേസ് ആണ്, പ്രതീക്ഷയില്ലാത്ത ഒരു കേസാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ ഹോപ്പ്ലെസ് കേസിന് മുന്നേ ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് എന്ന് നോക്കാം. എ എന്നാണ്. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് എ ഹോപ്പ്ലെസ് കേസ്. ഇനി എന്തുകൊണ്ടാണ് അവിടെ എ യൂസ് ചെയ്തത് എന്ന് നോക്കാം. യൂസ് എ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ nouns when referring to one example of something in a general sense. ഒരു ജനറൽ സെൻസിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു എക്സാമ്പിളിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്തുകൂടെ ആവണം? സിംഗുലർ ആവണം, കൗണ്ടബിളും കൂടെ ആവണം. ഇത് മൂന്നും കൂടെ ഓക്കെ ആണെങ്കിൽ അവിടെ ഏത് യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ കേസിനെ കുറിച്ചാണ് പറഞ്ഞത്. കേസ് എന്താണ്? സിംഗുലർ ആണ്, കേസസ് അല്ലല്ലോ, ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. അതേപോലെ ഹോപ്പ്ലെസ് എന്ന ഒരു വിഭാഗത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൂടെയാണ് പറഞ്ഞത്. ഓക്കെ, ഹോപ്പ്ലെസ് കേസുകളിൽ പെടുത്താവുന്ന ഒന്ന്. ഓക്കെ, അപ്പൊ എല്ലാ നിയമങ്ങളും അവിടെ ബാധകമാണ്. സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്, ഒരു കാറ്റഗറിയുടെ എക്സാമ്പിൾ ആയിട്ട് കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ വരുന്നത് കൊണ്ട് ഇവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷീ ഈസ് ഡാഷ് അൺടൈഡി ഗേൾ. അവൾ ഒരു വൃത്തി കുറഞ്ഞ പെൺകുട്ടിയാണ് എന്നാണ് അർത്ഥം. അൺടൈഡിക്ക് മുന്നേ ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് നോക്കാം. ആൻ എന്നാണ് വരുന്നത്. ഷീ ഈസ് ആൻ അൺടൈഡി ഗേൾ. ഇനി എന്തുകൊണ്ടാണ് അവിടെ ആൻ വന്നത്? യൂസ് ആൻ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ nouns that begin with a vowel sound. അപ്പോൾ അൺടൈഡി ആണ്. അൺടൈഡി ആ എന്നുള്ള അർത്ഥത്തിലാണ്. അണ്ടർ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു വവൽ സൗണ്ട് ആണ്. വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹൗ ഈസ് ഡാഷ് ഗേൾ സിറ്റിംഗ് ദെയർ. അവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടി ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഗേളിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം. ഉത്തരം ദ എന്ന ആർട്ടിക്കിൾ. ഹൂ ഈസ് ദ ഗേൾ സിറ്റിംഗ് ദെയർ. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഗേളിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണ് റീസൺ എന്ന് വായിച്ചു നോക്കാം. യൂസ് ദ when referring to a specific non-person or object that both the speaker and listener are aware of. സ്പീക്കർക്കും
ലിസണർക്കും ഒരുപോലെ അറിയാവുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അറിയാവുന്ന പേഴ്സൺ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇനി ഈ കേസിൽ ദ ഗേൾ റെഫേഴ്സ് ടു എ സ്പെസിഫിക് ഗേൾ, അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയാണ്, ഏതോ ഒരു പെൺകുട്ടിയല്ല. ആ പെൺകുട്ടിയെ സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടി എന്ത് പറഞ്ഞു? ഇരിക്കുന്ന പെൺകുട്ടി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്പെസിഫിക് ആണ്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് റീസൺ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എവറി ഡേ ഹി റീഡ്സ് ഡാഷ് ഹോളി ബൈബിൾ, എല്ലാ ദിവസവും അവൻ ഹോളി ബൈബിൾ വായിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹോളി ബൈബിളിന്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ദ എന്നാണ്. എവറി ഡേ ഹി റീഡ്സ് ദ ഹോളി ബൈബിൾ. എന്താണ് കാരണം എന്ന് നോക്കാം. യൂസ് ദ ബിഫോർ സ്പെസിഫിക് നോൺ ഒബ്ജക്ട്സ് ഓർ ഐറ്റംസ് ദാറ്റ് ആർ യുണീക്ക് ഓർ വെൽ നോൺ. നമ്മൾ നേരത്തെ എർത്തിന്റെ കാര്യം പറഞ്ഞു, മൂണിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ യുണീക്ക് ആണ്, ഒറ്റ എർത്തേ ഉള്ളൂ, ഒറ്റ ഒരു മൂണേ ഉള്ളൂ. അതുപോലെ ബൈബിളും യുണീക്ക് ആണ്, ഒറ്റ ഒരു ഹോളി ബൈബിളേ ഉള്ളൂ. അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സോ ബുക്സോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അതാണ് കാരണം. ദ ഹോളി ബൈബിൾ റെഫേഴ്സ് ടു എ സ്പെസിഫിക് യൂണിവേഴ്സലി നോൺ ബുക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. When dash Titanic sank, the whole world was surprised. ടൈറ്റാനിക് മുങ്ങിയപ്പോൾ ലോകം മുഴുവൻ സർപ്രൈസ് ആയി എന്നാണ് പറഞ്ഞത്. അവിടെ ടൈറ്റാനിക്കിന് മുന്നേ ഏത് ആർട്ടിക്കിൾ ആണെന്നാണ് ചോദ്യം. ഉത്തരം ദ. When the Titanic sank, the whole world was surprised. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ദ വന്നു എന്ന് നോക്കാം. യൂസ് ദ when referring to specific well-known objects, places or events. ഏറ്റവും നല്ല എന്താണ് പറഞ്ഞത്? യൂസ് ദ വെൻ റെഫറിംഗ് ടു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കുറിച്ച്, സ്ഥലങ്ങളെ കുറിച്ച്, സംഭവങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്താ ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ടൈറ്റാനിക് മുങ്ങിയ ഒരു സംഭവം വെൽ നോൺ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ആ ഒരു കാരണം കൊണ്ട് ദ ടൈറ്റാനിക് റെഫേഴ്സ് ടു എ സ്പെസിഫിക് ഫേമസ് ഷിപ്പ്. രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം ഇതൊരു ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള ഒരു ഷിപ്പാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം ഇതൊരു വെൽ നോൺ ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. ടൈറ്റാനിക് മുങ്ങി എന്ന് പറഞ്ഞത് ഒരു വെൽ നോൺ ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഏത് ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗോവ വാസ് അണ്ടർ ഡാഷ് പോർച്ചുഗീസ്. ഗോവ പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു എന്നാണ് അർത്ഥം. ആ പോർച്ചുഗീസിന്റെ മുന്നേ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ദ പോർച്ചുഗീസ്. ഗോവ വാസ് അണ്ടർ ദ പോർച്ചുഗീസ്. ഇനി അതിന്റെ കാരണം നോക്കാം. Use the before nationalities or ethnic groups when referring to a collective group of people or a particular group known in the context. ഓക്കെ, ഒരു കളക്റ്റീവ് ഗ്രൂപ്പിനെയാണ് പറയുന്നതെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇവിടെ പോർച്ചുഗീസ് റെഫേഴ്സ് ടു ദ പീപ്പിൾ ഓഫ് പോർച്ചുഗൽ. ഇവിടെ പോർച്ചുഗീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെയാണ്, പോർച്ചുഗൽ എന്ന രാജ്യത്തെ ആളുകളെയാണ് റെഫർ ചെയ്യുന്നത്. In this context, it's talking about the Portuguese colonizers who ruled Goa. ഗോവ ഭരിച്ച പോർച്ചുഗീസ് കോളനൈസേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദ പോർച്ചുഗീസ് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് പീപ്പിൾ ഓഫ് ഫ്രാൻസ് സ്പീക്ക് ഫ്രഞ്ച്. ഫ്രഞ്ച് സംസാരിക്കുന്നു. ആര്? ഫ്രാൻസിലെ ആളുകൾ ഫ്രഞ്ച് സംസാരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി ആ പീപ്പിളിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ദ എന്ന ആർട്ടിക്കിൾ. ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ് സ്പീക്ക് ഫ്രഞ്ച് എന്നാണ് പറഞ്ഞത്. എന്താണ് കാരണം എന്ന് നോക്കാം. യൂസ് ദ ബിഫോർ സ്പെസിഫിക് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ വെൻ റെഫറിംഗ് ടു എ പെർട്ടിക്കുലർ നാഷണാലിറ്റി ഓർ ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. പോർച്ചുഗലിലെ ആളുകൾ, പോർച്ചുഗീസ് കോളനൈസേഴ്സിനെയാണ് ദ പോർച്ചുഗീസ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് പറഞ്ഞത്? ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസ് എന്ന രാജ്യത്തെ ആളുകൾ, അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ്. അങ്ങനെയുള്ള ആളുകളെ സൂചിപ്പിക്കാൻ സമയത്ത് നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഫ്രാൻസിലെ ആളുകൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുന്നേ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ദ പോർച്ചുഗീസ് എന്ന് പറഞ്ഞ പോലെ ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ് എന്ന് യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. I got dash camera and dash watch as birthday present. എനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ക്യാമറയും വാച്ചും കിട്ടിയെന്നാണ്. ഇനി ക്യാമറയ്ക്ക് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, വാച്ചിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. എ.
ഐ ഗോട്ട് എ ക്യാമറ ആൻഡ് എ വാച്ച് ആസ് ബർത്ത്ഡേ പ്രസന്റ്. ഇനി എന്തുകൊണ്ടാണ് അത് വന്നത്? സിമ്പിൾ ആണ്. യൂസ് എ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺ. സിംഗുലർ കൗണ്ടബിൾ നൗൺസിന് മുന്നിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പൊ ക്യാമറ സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. വാച്ച് സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. അപ്പൊ രണ്ടിനും ഒരേ നിയമം തന്നെയാണ്. രണ്ടിന്റെ മുന്നിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് പ്രിൻസിപ്പൽ ഈസ് ടേക്കിംഗ് എ റൗണ്ട് ഓഫ് ഡാഷ് സ്കൂൾ. പ്രിൻസിപ്പൽ സ്കൂളിന് ചുറ്റും ഒരു റൗണ്ട് നടക്കുകയാണ് എന്നാണ്. അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയുള്ള ഒരു നടത്തം ഉണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പലിന് മുന്നേ ഏതാണ് ആർട്ടിക്കിൾ, സ്കൂളിന് മുന്നേ ഏതാണ് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ദ പ്രിൻസിപ്പൽ ഈസ് ടേക്കിംഗ് എ റൗണ്ട് ഓഫ് ദ സ്കൂൾ. ഓക്കെ, എന്തുകൊണ്ടാണ് രണ്ടിനും ദ വന്നത് എന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ യൂസ് ദ വെൻ റെഫറിംഗ് ടു എ സ്പെസിഫിക് പേഴ്സൺ ഓർ എൻറ്റിറ്റി, എസ്പെഷ്യലി വെൻ ദേ ഹോൾഡ് എ യുണീക്ക് ഓർ റെക്കഗ്നൈസ്ഡ് പൊസിഷൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആളിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, പ്രത്യേകിച്ച് അവരൊരു പ്രത്യേക സ്ഥാനം വഹിക്കുക, ഒരു റെക്കഗ്നൈസ്ഡ് പൊസിഷൻ അല്ലെങ്കിൽ യുണീക്ക് പൊസിഷൻ വഹിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഒരു സ്കൂളില് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ്. ഇൻ ദിസ് കേസ് ദ പ്രിൻസിപ്പൽ റെഫേഴ്സ് ടു എ സ്പെസിഫിക് പേഴ്സൺ, ദ പ്രിൻസിപ്പൽ ഓഫ് ദ സ്കൂൾ. സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന റെക്കഗ്നൈസ്ഡ് പൊസിഷൻ വഹിക്കുന്ന ആളെയാണ് ഉദ്ദേശിക്കുന്നത്. അത് യുണീക്ക് ആണ്, ഐഡന്റിഫയബിൾ ആണ്. ആ കാരണം കൊണ്ട് ഇവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇനി അടുത്തത് ദ സ്കൂൾ എന്ന് പറയാൻ കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ റൂൾ തന്നെയാണ്. സ്പീക്കർക്കും ലിസണർക്കും ഒരുപോലെ അറിയാം ഈ പ്രിൻസിപ്പൽ വർക്ക് ചെയ്യുന്ന സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്പീക്കർക്കും അറിയാം, ലിസണർക്കും അറിയാം ഈ പ്രിൻസിപ്പൽ വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. അപ്പൊ അതൊരു സ്പെസിഫിക് സ്കൂളാണ് എന്ന് എടുത്ത് പറഞ്ഞ പോലെയാണ്. അപ്പൊ അവിടെ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അത് ഞാൻ റൂൾ എന്ന് വായിക്കാം. യൂസ് ദ വെൻ റെഫറിംഗ് ടു എ സ്പെസിഫിക് നോൺ പ്ലേസ് ഓർ ഒബ്ജക്ട് ദാറ്റ് ഈസ് ഐഡന്റിഫൈഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിൽ അറിയാവുന്ന ഒരു സ്ഥലത്തിനെയോ ഒബ്ജക്റ്റിനെയോ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഹിയർ ദ സ്കൂൾ റെഫേഴ്സ് ടു ദ സ്പെസിഫിക് സ്കൂൾ വേർ ദ പ്രിൻസിപ്പൽ വർക്ക്സ്. ഇവിടെ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രിൻസിപ്പൽ ജോലി ചെയ്യുന്ന സ്കൂളാണ്. അതുകൊണ്ട് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ഡോങ്കി ഈസ് എ ബീസ്റ്റ് ഓഫ് ബേർഡൻ എന്നാണ് ചോദ്യം. അപ്പൊ ഡോങ്കിക്ക് മുന്നേ ഏതാണ് ആർട്ടിക്കിൾ വരിക എന്നാണ് ചോദ്യം. നോക്കാം. ദ എന്ന ആർട്ടിക്കിൾ ആണ്. ദ ഡോങ്കി ഈസ് എ ബീസ്റ്റ് ഓഫ് ബേർഡൻ എന്നാണ് ഉത്തരം. ഇനി എന്തുകൊണ്ടാണ് ഡോങ്കിക്ക് മുന്നേ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തതെന്ന് നോക്കാം. യൂസ് ദ ബിഫോർ എ സിംഗുലർ നൗൺ വെൻ യു ആർ റെഫറിംഗ് ടു എ സ്പെസിഫിക് തിങ് ഓർ വെൻ യു ആർ യൂസിംഗ് ഇറ്റ് ടു റെപ്രസെന്റ് ആൻ എൻറ്റയർ ക്ലാസ് ഓർ സ്പീഷീസ്. ഒരു എൻറ്റയർ ക്ലാസിനെ അല്ലെങ്കിൽ ഒരു സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഒരു നൗൺ, ഒരു സിംഗുലർ നൗൺ യൂസ് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ ഇവിടെ എന്താണ്? ഡോങ്കി എന്ന് പറയുന്നത് ഒരു ഡോങ്കി അല്ല, ഡോങ്കി എന്ന വർഗത്തിനെ മുഴുവനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്പീഷീസിനെ, ഒരു ക്ലാസിനെ മുഴുവനായിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് ഈ നൗൺ യൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാന്നാണ് പറഞ്ഞത്? ദ എന്ന ആർട്ടിക്കിൾ. അപ്പോൾ ദ ഡോങ്കി എന്ന് യൂസ് ചെയ്യാം. ഇനി കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. ദ എലഫന്റ് ഈസ് എ ജെന്റിൽ ജയന്റ്. ഇവിടെ ഒരു എലിഫന്റ് അല്ല, എലിഫന്റ് എന്ന വിഭാഗം മൊത്തത്തിലാണ്, അതൊരു ജെന്റിൽ ജയന്റ് ആണ് എന്ന് പറയുന്നത്. അതുപോലെ ദ ടൈഗർ ഈസ് എ ഡേഞ്ചറസ് പ്രെഡേറ്റർ. അതിനും ടൈഗർ ഒറ്റ ടൈഗർ അല്ല, ടൈഗർ എന്ന വിഭാഗമാണ്. ഓക്കെ, അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. യൂസ് അവിടെയുള്ള ലോ എന്താണെന്ന് വ്യക്തമായെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലോ ഷുഡ് ബി ഫെയർ ടു ഡാഷ് ലക്കി ആസ് വെൽ ആസ് ഡാഷ് അൺലക്കി. ലോ എന്ന് പറയുന്ന നിയമം ലക്കി ആയവർക്കും അൺലക്കി ആയവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നാണ്. രണ്ടുപേരോടും നീതി പുലർത്താം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ ലക്കിക്ക് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, അതുപോലെ അൺലക്കിക്ക് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം ദ രണ്ട് സ്ഥലത്തും ദ എന്ന ആർട്ടിക്കിൾ ആണ്. ലോ ഷുഡ് ബി ഫെയർ ടു ദ ലക്കി ആസ് വെൽ ആസ് ദ അൺലക്കി എന്നാണ്. ഇനി എന്താണ് റീസൺ എന്ന് നോക്കാം. Use the before adjectives to refer to a whole group of people described by that adjective. ഒരു അഡ്ജക്റ്റീവ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പിനെ മുഴുവനായിട്ട് റെഫർ ചെയ്യുന്ന കേസിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ, അതായത് ഇവിടെ ലക്കി എന്ന് പറയുന്നത് ഭാഗ്യമുള്ള ആളുകളെ മുഴുവനായിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ് ലക്കി വെച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. അതുപോലെ അൺലക്കി എന്ന് പറഞ്ഞാലും ഭാഗ്യമില്ലാത്ത ഒരു ഗ്രൂപ്പിനെ മുഴുവനായിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. അങ്ങനെയുള്ള കേസിൽ
ഹോൾ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന കേസിൽ എന്ത് യൂസ് ചെയ്യാം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പോൾ പെയർ ടു ദ ലക്കി ആസ് വെൽ ആസ് ദ അൺലക്കി. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ദ ലക്കി മീൻസ് ഓൾ പീപ്പിൾ ഹു ആർ ലക്കി. ലക്കി ആയിട്ടുള്ള എല്ലാ ആളുകളും, അപ്പോൾ ഒരു ഗ്രൂപ്പാണ്. അതുപോലെ ദ അൺലക്കി എന്ന് പറഞ്ഞാൽ അൺലക്കി ആയിട്ടുള്ള എല്ലാ ആളുകളും, അതും ഒരു ഗ്രൂപ്പാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ പ്ലസ് അഡ്ജക്റ്റീവ് എന്ന ഒരു കേസും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ദ ഫ്രഞ്ച് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ദ പോർച്ചുഗീസ് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വി നീഡ് ഡാഷ് ഗാന്ധി ടു സോൾവ് അവർ പ്രോബ്ലംസ്. നമ്മളുടെ പ്രോബ്ലംസ് പരിഹരിക്കാൻ നമുക്കൊരു ഗാന്ധിയെ ആവശ്യമുണ്ട് എന്നാണ് സെന്റൻസ്. ഓക്കെ, അതിൽ ഗാന്ധിക്ക് മുന്നേ ഏതാണ് ആർട്ടിക്കിൾ വരിക എന്ന് നോക്കാം. എ എന്ന ആർട്ടിക്കിൾ ആണ്. വി നീഡ് എ ഗാന്ധി ടു സോൾവ് അവർ പ്രോബ്ലംസ്. ഇവിടെ ഗാന്ധി എന്നുള്ള വ്യക്തിയെ അല്ല ഉദ്ദേശിച്ചത്, ആ ക്വാളിറ്റി ഉള്ള ഒരാൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. When we use a famous name like Gandhi with article A, we are not talking about the actual person. നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായ ഗാന്ധിയെ പോലെയുള്ള ഒരു വ്യക്തിയെ ഒരു ആർട്ടിക്കിളിന്റെ കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആക്ച്വൽ വ്യക്തിയെ അല്ല ഉദ്ദേശിക്കുന്നത്, ബട്ട് റാദർ സമ്മൺ ലൈക്ക് ദം. അതുപോലെ ഒരാൾ അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാൾ, അങ്ങനെ ഒരാൾ വേണം എന്നാണ് ഈ ഒരു കേസിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ട് ഇവിടെ എ ഗാന്ധി എന്ന് യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ഇൻസെക്ട് ഹാസ് 6 legs ബട്ട് ഡാഷ് സ്പൈഡർ ഹാസ് 8. ഈ പ്രാണിക്ക് 6 കാലുകളാണ്, പക്ഷെ എന്തിന് സ്പൈഡറിന് 8 കാലുകളുണ്ട് എന്നാണ് സെന്റൻസിന്റെ അർത്ഥം. അവിടെ ഇൻസെക്റ്റിന്റെ മുന്നേ ഏതാണ് ആർട്ടിക്കിൾ, സ്പൈഡറിന്റെ മുന്നേ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ഉത്തരം an insect has 6 legs but a spider has 8. എന്തുകൊണ്ടാണ് അത് വന്നത് നോക്കാം. ഇത് സിമ്പിൾ ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞ ലോ തന്നെയാണ്. യൂസ് ആൻ ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് വവൽ സൗണ്ട്. ഇൻസെക്ട് എന്ന് പറയുന്നത് ഈ വെച്ചാണ്, അതൊരു വവൽ സൗണ്ട് ആണ്. വവൽ സൗണ്ടിൽ ആരംഭിച്ചാൽ അവിടെ ഏതാണ് ആർട്ടിക്കിൾ, ആൻ എന്ന ആർട്ടിക്കിൾ. അതുപോലെ സ്പൈഡർ എന്തല്ല, വവൽ സൗണ്ട് അല്ല, അതൊരു കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, എ ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം അത് സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. അത് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ എ എന്ന ആർട്ടിക്കിൾ ചൂസ് ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ഇന്റർ സ്കൂൾ ക്വിസ് കോൺടെസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഇൻ ഡാഷ് സ്കൂൾ ഓഡിറ്റോറിയം. ഒരു ഇന്റർ സ്കൂൾ ക്വിസ് കോൺടെസ്റ്റ് എവിടെ വെച്ച് നടക്കുന്നു, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് അർത്ഥം. ഇനി അതിൽ ഇന്റർ സ്കൂൾ ക്വിസ് കോൺടെസ്റ്റിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ, അതുപോലെ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. ആൻ ഇന്റർ സ്കൂൾ ക്വിസ് കോൺടെസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം എന്നാണ് വരുന്നത്. ഇനി അതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം. റൂൾ യൂസ് ആൻഡ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺ സ്റ്റാർട്ടിങ് വിത്ത് എ വവൽ സൗണ്ട്. ഇവിടെ ഇന്റർ സ്കൂൾ ക്വിസ് കോൺടെസ്റ്റ് ആണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ സൗണ്ടിലാണ്. അത് ഒരു കാരണം, അത് വവൽ സൗണ്ടിലാണ്. പിന്നെന്തുണ്ട്, സിംഗുലർ കൗണ്ടബിൾ ആണ്. ഇവിടെ അതൊരു ക്വിസ് കോൺടെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, അത് സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. ആ കാരണങ്ങൾ കൂടി ആവുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആൻ എന്ന ആർട്ടിക്കിൾ അവിടെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ ഇന്ന് കഴിഞ്ഞിട്ട് ദ സ്കൂൾ ഓഡിറ്റോറിയം, എന്തുകൊണ്ട് ദ ചൂസ് ചെയ്തു എന്ന് നോക്കാം. ദ വെൻ റെഫറിംഗ് ടു എ സ്പെസിഫിക് പ്ലേസ് നോൺ ടു ബോത്ത് ദ സ്പീക്കർ ആൻഡ് ലിസണർ. സ്പീക്കർക്കും ലിസണർക്കും ഒരുപോലെ അറിയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ദ യൂസ് ചെയ്യാം. ദ സ്കൂൾ ഓഡിറ്റോറിയം refers to a specific auditorium in the school, so we use the. അതായത് പറയുന്ന ആൾക്കറിയാം ഈ ഒരു ക്വിസ് കോൺടെസ്റ്റ് നടത്താൻ പോകുന്ന സ്കൂൾ ഏതാണെന്ന്, പറയുന്ന ആൾക്കും അറിയാം, കേൾക്കുന്ന ആൾക്കും അറിയാം. ഓക്കെ, ആ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ലുധിയാന ഈസ് ഡാഷ് ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രിയൽ സിറ്റി. അവിടെ ലുധിയാനയ്ക്ക് മുന്നേ ഏതാണ് ആർട്ടിക്കിൾ, അതുപോലെ ഇമ്പോർട്ടന്റിന് മുന്നിൽ ഏതാണ് ആർട്ടിക്കിൾ എന്ന് നോക്കാം. നോ ആർട്ടിക്കിൾ ആൻ, അതായത് ലുധിയാനയ്ക്ക് മുന്നേ ആർട്ടിക്കിൾ ഒന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് മുന്നേ ആൻ എന്ന ആർട്ടിക്കിൾ വേണം. വായിക്കുക എങ്ങനെയായിരിക്കും, ലുധിയാന ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രിയൽ സിറ്റി. ഇനി എന്തുകൊണ്ടാണെന്ന് നോക്കാം. പ്രോപ്പർ നൗൺസ്, നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, സിറ്റീസ്, കൺട്രീസ് എക്സെട്ര. പ്രോപ്പർ നൗണിന്റെ മുന്നിൽ എന്ത് വേണ്ട, ആർട്ടിക്കിൾ ആവശ്യമില്ല. ഡു നോട്ട് ടിക്ക് ആൻ ആർട്ടിക്കിൾ വെൻ യൂസ്ഡ് ഓൺ ദെയർ ഓൺ.
പ്രോപ്പർ നൗണായിട്ട് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ മുന്നേ എന്തിന്റെ ആവശ്യമില്ല, ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. അപ്പൊ ലുധിയാന എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സിറ്റിയുടെ പേരാണ്, അതൊരു പ്രോപ്പർ നൗൺ ആണ്, അതുകൊണ്ട് അതിന് എന്ത് ആവശ്യമില്ല, ആർട്ടിക്കിൾ ആവശ്യമില്ല. ഇനി ഇമ്പോർട്ടന്റിന്റെ ആണെങ്കിൽ അതൊരു വവൽ സൗണ്ട് ആണ്, ഈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, ആൻ എന്ന് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, അത് ഇൻഡസ്ട്രിയൽ സിറ്റി ആണ്, അത് സിംഗുലർ നൗൺ കൂടെയാണ്, സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്. ഓക്കെ, ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അപ്പോൾ ലുധിയാന ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രിയൽ സിറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐ വെന്റ് ടു ഡാഷ് സ്കൂൾ ടു മീറ്റ് ആൻ ഓൾഡ് ടീച്ചർ. ഞാൻ ഒരു പഴയ ടീച്ചറെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പർപ്പസ് എന്താണ്, പഠിക്കാനല്ല പോയത്, ഞാൻ എൻ്റെ ഒരു പഴയ ടീച്ചറെ കാണാനാണ് പോയത്, അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഉത്തരം എന്താണെന്ന് നോക്കാം. ദ ഐ വെന്റ് ടു ദ സ്കൂൾ ടു മീറ്റ് ആൻ ഓൾഡ് ടീച്ചർ. ഓക്കെ, ഇനി അതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം. യൂസ് ദ when referring to a specific place or building, especially when you are talking about its physical location or a visit for a purpose other than studying. ഞാൻ സാധാരണ ഒരു സ്കൂളിന്റെ സാധാരണ പർപ്പസ് എന്താണ്, പഠിക്കുക എന്നുള്ളതാണ്. അതിനല്ലാതെയാണ്, ആ ഒരു പർപ്പസ് അല്ലാതെയാണ് ഞാൻ ഈ സ്കൂളിലേക്ക് പോയതെങ്കിൽ എനിക്ക് അവിടെ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇവിടെ ഇയാൾ പോയത് പഠിക്കാനല്ല, എന്തിനാണ്, ടീച്ചറിനെ കാണാനാണ്. ഓക്കെ, പർപ്പസ് പഠിക്കുക എന്നുള്ള ബേസിക് പർപ്പസിന്റെ പുറത്തുള്ള ഒരു പർപ്പസ് ആയതുകൊണ്ട് എന്ത് യൂസ് ചെയ്യാം, ദ യൂസ് ചെയ്യാം. ഇൻ ദിസ് സെന്റൻസ് യു ആർ നോട്ട് ഗോയിങ് ടു സ്കൂൾ ആസ് എ സ്റ്റുഡന്റ്. ഈ സെന്റൻസിൽ സ്കൂളിലേക്ക് പോകുന്നത് സ്റ്റുഡന്റ് ആയിട്ടല്ല, മറിച്ച് ഒരാളെ കാണാനാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷീ ഇൻവൈറ്റഡ് ഓൾ ഹെർ ഫ്രണ്ട്സ് ടു ഡാഷ് ലഞ്ച്. അവൾ അവളുടെ എല്ലാ സുഹൃത്തുക്കളെയും എന്തിനു ക്ഷണിച്ചു, ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, അവിടെ ഏതാണ് ആർട്ടിക്കിൾ വരുന്നതെന്ന് നോക്കാം. നോ ആർട്ടിക്കിൾ, ലഞ്ചിന് മുന്നേ അവിടെ ആർട്ടിക്കിൾ ആവശ്യമില്ല. അപ്പൊ സെന്റൻസ് എങ്ങനെ വരും, ഷീ ഇൻവൈറ്റഡ് ഓൾ ഹെർ ഫ്രണ്ട്സ് ടു ലഞ്ച്. ഇനി റീസൺ എന്താണെന്ന് നോക്കാം. When referring to meals like breakfast, lunch, dinner, we do not use an article when speaking generally. ജനറൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നീ മീലുകൾ യൂസ് ചെയ്യുന്ന സമയത്ത്, റെഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ മുന്നിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷൻ റൂൾസും ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇതുപോലെ പ്രിപ്പോസിഷൻ, അഡ്ജക്റ്റീവ്സും ഒക്കെ വെച്ചിട്ട് 50 ചോദ്യങ്ങളുള്ള വീഡിയോസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അത് ഇതിന്റെ പിറകെ വരുന്നതായിരിക്കും.